ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 72-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 2020-ലെ അനുഭവങ്ങളും 2021-ന്റെ പ്രതീക്ഷകളും പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ ഈ വർഷത്തെ അവസാന ലക്കത്തിന് തുടക്കമിട്ടത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ രാജ്യത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ കാലത്തെ മാറ്റങ്ങൾ സാധാരണക്കാർ വരെ തിരിച്ചറിഞ്ഞു. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യം സ്വയം പര്യാപ്തത നേടിയെടുത്തതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. देश के सामान्य से सामान्य मानवी ने इस बदलाव को महसूस किया है. मैंने देश में आशा का एक अद्भुत प्रभाव भी देखा है. चुनौतियां खूब आई, संकट भी अनेक आए. कोरोना के कारण दुनिया में सप्लाई चेन को लेकर अनेक बाधाएं भी आई, लेकिन हमने हर संकट से नए सबक लिए. देश का नया सामर्थ्य भी पैदा हुआ. अगर शब्दों में कहना है तो इस सामर्थ्य का नाम है आत्मनिर्भरता. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയിൽ നമ്മുടെ അധ്യാപകർ സ്വീകരിച്ചിരിക്കുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ പഠന സാമഗ്രികളും അമൂല്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അധ്യാപകരോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാകുമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെക്കുറിച്ച് ദേശീയ അധ്യാപക പുരസ്കാര ജേതാവും കൊല്ലം സ്വദേശിനിയുമായ തങ്കലത ആകാശവാണിയോട്. കോവിഡ് എന്ന മഹാമാരി ലോക ജനതയെ ഒന്നാകെ തളർത്തിയ ഈ കാലഘട്ടത്തിൽ തന്റെ വിദ്യാർത്ഥികൾക്കു വേണ്ടി അധ്യാപകർ ചെയ്ത പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം തന്റെ കുട്ടികളെ അടുത്തറിയുന്നതിന് അധ്യാപകർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാഠഭാഗങ്ങൾ ക്ലാസ് മുറിയിൽ എന്നോണം അവരിൽ എത്തിക്കുന്നതിന് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും അധ്യാപകന്റെ സാന്നിധ്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് അധ്യാപകർ വിജയിച്ചു. സ്കൂളിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും പഠനം അനായാസമാക്കാനുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിച്ചു. പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ അധ്യാപക സമൂഹത്തിന് കരുത്തോടെ പ്രവർത്തിക്കാൻ ഒരു പ്രചോദനം തന്നെയാണ്. രാജ്യത്തെ നവശക്തിയുടെ പേരാണ് ആത്മനിർഭരത എന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിശാഖപട്ടണത്തെ വെങ്കട്ട മുരളീപ്രസാദ് തയ്യാറാക്കിയ ആത്മനിർഭർ ഭാരത് ചാർട്ട് അഥവാ ABC പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരിചയപ്പെടുത്തി. നിത്യേന ഉപയോഗിക്കുന്ന വിദേശ നിർമ്മിത വസ്തുക്കൾക്ക് പകരം തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിശദ വിവരങ്ങൾ ഈ ചാർട്ടിലുണ്ട്. നാം ഉപയോഗിക്കുന്ന വിദേശ വസ്തുക്കൾ ഒഴിവാക്കി പകരം ഇന്ത്യയിൽ നിർമ്മിച്ചവ മാത്രമേ ഉപയോഗിക്കൂ എന്ന തീരുമാനം പുതുവർഷ പ്രതിജ്ഞയായി ഏവരും ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. दिन भर हम जो चीजें काम में लेते हैं उन सभी चीजों की विवेचना करें और ये देखें कि अनजाने में कौन सी विदेश में बनी चीजों ने हमारे जीवन में प्रवेश कर लिया है, एक प्रकार से हमें बंदी बना दिया है. इनके भारत में बने विकल्पों का पता करें और ये भी तय करें कि आगे से भारत में बने भारत के लोगों के मेहनत से पसीने से बने उत्पादों का हम इस्तेमाल करें. आप हर साल न्यू ईयर रिजोल्यूशन लेते हैं. इस बार एक रिजोल्यूशन अपने देश के लिए भी जरूर लेना है. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിപ്പുലികളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ എണ്ണത്തിലുണ്ടായ റെക്കോർഡ് വർധനവിലൂടെ ഇന്ത്യ ലോകത്തിന് മാതൃകയായി മാറിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. സിംഹങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയിലെ വനമേഖലയുടെ വിസ്തൃതിയിലും വർധനയുണ്ടായതായും അദ്ദേഹം അറിയിച്ചു. വേദന അനുഭവിക്കുന്ന നായ്ക്ക് വീൽചെയർ നിർമ്മിച്ചു നൽകിയ കോയമ്പത്തൂരിലെ ഗായത്രി എന്ന പെൺകുട്ടിയുടെ കാര്യവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. സേവന മനോഭാവത്തോടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആശയത്തോട് പ്രതികരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകനും മൃഗസ്നേഹിയുമായ ബാപ്പുട്ടി. കഴിഞ്ഞ 30 വർഷക്കാലമായി തെരുവുകളിൽ വാഹനമിടിച്ചും രോഗം ബാധിച്ചും കഷ്ടത അനുഭവിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് വേണ്ടി ജീവിച്ചു വരുന്ന വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഇത്തരം ആൾക്കാരെക്കുറിച്ചുള്ള വാക്കുകൾ എനിക്കും
എന്നെപ്പോലുള്ള ജന്തുസ്നേഹികൾക്കും കൂടുതൽ സന്തോഷവും അഭിമാനകരവുമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ളവർ ആരും അറിയപ്പെടാതെ കിടക്കുന്നവരാണ്. അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ്. എനിക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരു വാക്ക്, മനുഷ്യനെ പോലെ തന്നെ മിണ്ടാപ്രാണികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ യഥാർത്ഥത്തിൽ നാക്കെടുക്ക പ്രാണികളാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് 1000 അഭിനന്ദനങ്ങൾ. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും നാം മോചനം നേടണമെന്നും ഇത് 2020 പ്രതിജ്ഞകളിൽ ഒന്നായി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ശുചിത്വ ഭാരത യജ്ഞത്തിന്റെ ആദ്യ തീരുമാനം ഇതുതന്നെയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് നാം ദൃഢപ്രതിജ്ഞ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. हमें ये संकल्प भी लेना चाहिए कि हम कचरा फैलाएंगे ही नहीं. आखिर स्वच्छ भारत अभियान का भी तो पहला संकल्प यही है. हाँ, एक और बात मैं आपको याद दिलाना चाहता हूँ. कोरोना की वजह से इस साल इसकी चर्चा उतनी हो नहीं पाई है. हमें देश को सिंगल यूज प्लास्टिक से मुक्त करना ही है. ये भी 2021 के संकल्पों में से एक है. രാജ്യത്തെ യുവാക്കളുടെ ഇച്ഛാശക്തിയിൽ അഭിമാനമുണ്ടെന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പരാമർശിച്ച മറ്റൊരു പ്രധാന വിഷയം. കർണാടകയിലെ ശ്രീരംഗപട്ടണത്തെ വീരഭദ്രസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ച യുവ ബ്രിഗേഡ്, കോവിഡ് കാലത്ത് അനിമേഷൻ വീഡിയോയിലൂടെ തമിഴ് ഭാഷ പഠിപ്പിച്ച ഹേമലത NK എന്നിവരുടെ പ്രേരണാദായകമായ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നതിനെക്കുറിച്ച് യുവതലമുറയുടെ പ്രതികരണത്തിലേക്ക്. ഇന്നത്തെ മൻ കി ബാത്തിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെക്കുറിച്ച് കൊല്ലം സ്വദേശി MN മിലൻ ആകാശവാണിയോട്. നവവത്സരത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പറയുകയുണ്ടായി. ഒരു യുവതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നമ്മുടെ രാജ്യത്തെ മാലിന്യമാക്കുന്നതിനെ കുറിച്ചാണ്. ഈ പുതുവത്സരത്തിൽ നമ്മുടെ രാജ്യത്തെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് മുക്തമാക്കണമെന്നും ഒരു പ്ലാസ്റ്റിക് മാലിന്യമുക്ത രാജ്യം എന്ന നിലയിലേക്ക് കൊണ്ടുവരാമെന്നും നാം ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതും ഇത് പാലിക്കേണ്ടതുമാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്ന പ്രധാനമന്ത്രി ആയുരാരോഗ്യ സൗഖ്യം ആശംസിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ വർഷത്തെ അവസാന ലക്കം പൂർത്തിയാക്കിയത്. आखिर में मैं आपको नए वर्ष के लिए बहुत बहुत शुभकामनाएं देता हूं. आप खुद स्वस्थ रहिए, अपने परिवार को स्वस्थ रखिए. अगले वर्ष जनवरी में नए विषयों पर मन की बात होगी. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 72ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.